ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്ന് NSS. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിലപാട് നേരത്തെ വ്യക്തമാക്കിയതെന്നും പ്രതികരിച്ചു. 149ാമത് മന്നം ജയന്തിയോടനുബന്ധിച്ച് NSS ആസ്ഥാനത്ത് വൻ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. മന്നം സമാധി പ്രമുഖർ സന്ദർശിച്ചു. ശരിദൂരം എന്നത് ശബരിമല വിഷയത്തിൽ മാത്രമാണ്. അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ആ വിഷയത്തിൽ NSSന് ശരിദൂര നിലപാടാണ്. ബാക്കി എല്ലാ കാര്യത്തിലും സമദൂര നിലപാട് ആണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സർക്കാരിനെ പ്രശംസിച്ചിരുന്നു. സുകുമാരൻ നായർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ശബരിമല വിഷയം വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ശബരിമലയിൽ നിലവിലെ സർക്കാർ നിലപാട് മാറ്റിയത് ജനവികാരം മാനിച്ചാണ്. ഇപ്പോൾ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തർക്ക് ദർശനം നടത്താൻ അവസരമൊരുക്കുന്നു. ഈ നിലപാട് മാറ്റത്തിൽ വിശ്വാസികൾ സന്തോഷിക്കുന്നുണ്ടെന്ന് സുകുമാരൻ നായർ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണ കവർച്ച കേസിലും സർക്കാരിനെ വിമർശിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല. രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ തെറ്റാണെന്നും വിഷയത്തിൽ NSSനെ കരുവാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ശബരിമലയുടെ വികസനം മുൻനിർത്തിയാണ്. എന്നാൽ അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചുകൊണ്ട് മുതലെടുപ്പ് ഉണ്ടായി. NSSനെ രാഷ്ട്രീയമില്ല, അതിലുള്ള അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം. ശബരിമല വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല. പ്രകൃതി സമ്മേളനത്തിൽ സുകുമാരൻ നായർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.